എൻ്റെ മോൻ നേരത്തെ വടവാതിരി ചർച്ചിലെ മെമ്പറുമാണ്. ഞങ്ങളെല്ലാം ഫാമിലിയായിട്ട് മെമ്പറാണ്. അപ്പം വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഭാ പാസ്റ്റർ എന്നുള്ള രവീന്ദ്രൻ എന്ന അദ്ദേഹം മുൻ വൈരാഗ്യത്തിൻ്റെ ഒരൊറ്റ കാരണത്താൽ എൻ്റെ മോൻ്റെ വിവാഹം നടത്തത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങൾ വിവാഹത്തിൻ്റെ മറ്റ് രേഖകൾ ആ കുട്ടി സ്നാനപ്പെട്ടതിൻ്റെ മോൻ സ്നാനപ്പെട്ടതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതെല്ലാം ആയിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് പള്ളിയുടെ രേഖകളൊക്കെ കൊണ്ടുവരാനാണ് പറയുന്നത്. രേഖകളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലല്ല രേഖകളിരിക്കുന്നത്, പള്ളിയുടെ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരിരിക്കുന്നു. പിന്നെ വന്നിട്ട് ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് വളരെയധികം ബോധപൂർവം ഈ വിവാഹം തടസ്സപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തുന്നു. ഇദ്ദേഹം ഇതിനു മുമ്പും മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ സഭയിലുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, നാടിൻ്റെ ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. യുവാവിൻ്റെ വിവാഹ ജീവിതത്തിന് തടസ്സവുമായി സെവൻത് ഡേ ചർച്ച്. ചർച്ചിലെ പാസ്റ്റർമാർക്കെതിരെ സമരവുമായി CSDS. മോൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ മാതാപിതാക്കൾ ഒരു 50 വർഷക്കാലമാണ് പോയി നിന്നുകൊണ്ടിരുന്ന സെവൻത് ഡേ അഡ്വൻസ് ചർച്ചിലെ ചില പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മമാർ അങ്ങനെ എല്ലാം കൂടി വർഷങ്ങളായിട്ട് നിലകൊണ്ടിരുന്ന ഒരു ചർച്ചിൽ ഈ അടുത്ത നാളിൽ എൻ്റെ മകൻ്റെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് CSDS എന്ന സാമുദായിക സംഘടനയായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ സഭയിൽ മോൻ്റെ വിവാഹം നടത്തുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. മോൻ വടവാതിരി ചർച്ചിലെ മെമ്പർ, എൻ്റെ വൈഫ് മെമ്പർ, മക്കളൊക്കെ മെമ്പറാണെങ്കിൽ പോലും കാലങ്ങളായിട്ട് പള്ളിയിൽ ചില വിഭാഗീയത കാര്യങ്ങൾ നിലനിൽക്കുന്നു. ആ വിഭാഗീയതയോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില നിയമപരമായിട്ടുള്ള വീഴ്ചകൾ, അതായത് സഭയുടെ റൂള് പ്രകാരമുള്ള വീഴ്ചകളൊക്കെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ മെമ്പർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അത്തരത്തിൽ ചില കേസുകൾ നിയമപരമായിട്ട് നമ്മൾ പള്ളിയുടെ